ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ ഇത് വായിക്കുക, വാണിംഗ് ഒക്കെ വായിക്കുക. 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം ട്രേഡ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൊണ്ടേ ട്രേഡ് ചെയ്യാൻ പോണ്ട. ഡെമോ അക്കൗണ്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഏത് സ്ട്രാറ്റജി ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം 100 ട്രേഡെങ്കിലും എടുക്കുക ഡെമോ അക്കൗണ്ടിൽ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഒരു 1-2 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ല കോൺഫിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ റിയൽ എമൗണ്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതും വളരെ കുറഞ്ഞ ക്യാഷ് ഇട്ടിട്ട്. ഓക്കെ, നമുക്ക് ഇതിലൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോട്ടക്സിലൊരു ഗുണം എന്ന് പറഞ്ഞാൽ 70 രൂപയ്ക്ക് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രയും കുറഞ്ഞ എമൗണ്ട്. അതൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ 70 രൂപയൊന്ന് പോയാലും നമുക്കൊരു പ്രശ്നം വരുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ എമൗണ്ടൊക്കെ ഇട്ടിട്ട് ട്രേഡ് ഫസ്റ്റ് റിയൽ അക്കൗണ്ടിൽ ചെയ്യുക. അതിനു മുമ്പ് ഒരു ദിവസം 100 ട്രേഡെങ്കിലും ഡെമോ അക്കൗണ്ടിലൊക്കെ എടുക്കുക. ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത്രയും 10 വർഷത്തോളം എടുത്തു നമ്മളൊക്കെ ഒരു എന്താ പറയുക ഒരു എന്ന് വെച്ചാൽ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? 10 വർഷത്തെ ബാക്ക്ഗ്രൗണ്ടിൽ 10 വർഷത്തെ പ്രാക്ടീസുകളും കാര്യങ്ങളാണ്. ഇന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പല പല സ്ട്രാറ്റജികളും പല പല കാര്യങ്ങളും വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം 70 രൂപയ്ക്ക് നമ്മൾ ട്രേഡ് എടുക്കും, പിന്നെ അത് 80 രൂപയാവും, പിന്നെ 90 രൂപയാവും, പിന്നെ 100 രൂപയാവും, 150 രൂപ, അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് നമ്മൾ പോകും. മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഒരു സ്റ്റേജ് വരും നിങ്ങൾക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഒരു 2-3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു 25,000 രൂപ ഒറ്റ ട്രേഡ് 25,000 രൂപയ്ക്കൊക്കെ എടുക്കാൻ പറ്റും നിങ്ങൾക്ക്. മനസ്സിലാവുന്നുണ്ടോ? അതിന് സമയവും അതിനുള്ള ഇതും പ്രാക്ടീസും നമ്മൾ കൊടുക്കണം. ഓക്കെ, ഒരു ദിവസം കൊണ്ട് വന്നിട്ട് ഉള്ള കയ്യിലെ പൈസ മുഴുവനിട്ട് ട്രേഡ് എടുത്ത് വിന്നാകാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ട്രേഡിങ്ങിൽ പോലും ഒരു ഇതിലും നമ്മൾ പോകാൻ നിൽക്കരുത്. ഓക്കെ, പിന്നെ ബൈനറി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സംഭവമൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജി നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗോൾഡിൽ ഉപയോഗിക്കാം, ഇൻട്രാഡേയിൽ എല്ലാത്തിലും ഉപയോഗിക്കാം, ബൈനറിയിൽ ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഏതൊക്കെ ഗോൾഡിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൽ ഉപയോഗിക്കാം, ബാങ്ക് നിഫ്റ്റിയിൽ ഉപയോഗിക്കാം, നിഫ്റ്റിയിൽ ഉപയോഗിക്കാം, ഏത് ഇതിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ബേസിക് എന്താ നമ്മൾ പഠിക്കേണ്ടത്? ട്രേഡിംഗ് ആണ് പഠിക്കേണ്ടത്, ക്യാൻഡിൽ സ്റ്റിക്കാണ് പഠിക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഏതൊരു മെത്തേഡിലാണോ, നിങ്ങൾ ചിലപ്പോൾ ഹൈക്കനാഷി ആയിരിക്കും ഉപയോഗിക്കുക, അത് ഏതായാലും നിങ്ങൾ ആ ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് എന്താണ്? പ്രാക്ടീസാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ചെറിയൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, എപ്പോഴും ഞാൻ സ്ട്രാറ്റജികൾ ഓരോ സ്ട്രാറ്റജികൾ കൊണ്ടുവരും. ആ സ്ട്രാറ്റജികൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ എന്തുള്ളൂ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ $100 ക്യാപിറ്റൽ വെച്ചിട്ടൊരു ട്രേഡാണ്. ഓക്കെ, അപ്പോൾ 7 ട്രേഡ്, ഇത് മായാവിൻ്റെ മണി മാനേജ്മെൻറ്റിൻ്റെ ഷീറ്റാണ്. ഓക്കെ, കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ $100 7 ട്രേഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ ടോട്ടൽ വിന്ന് 1 വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത്, എനിക്ക് എന്തായാലും റിസ്ക് കുറയണം. റിസ്ക് കുറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ കൂട്ടണം. ഇവിടെ എത്രത്തോളം ഞാൻ കൂട്ടുന്നോ ഈ ട്രേഡിലെ ടോട്ടൽ ട്രേഡ് ഞാൻ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം എൻ്റെ റിസ്ക് കുറയും. ഞാനിവിടെ എത്രത്തോളം കുറയ്ക്കുന്നോ അപ്പോൾ എൻ്റെ റിസ്ക് കൂടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിവിടെ 0 ആണ്, നമുക്കിവിടെ ട്രേഡ് എടുക്കാനുള്ള പൈസ വന്നിട്ടില്ല, വന്നിട്ടില്ല, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനുള്ള എമൗണ്ട് ഇല്ല, കാണിക്കുന്നില്ല. എന്തുകൊണ്ട്? 7 ട്രേഡിൽ ടോട്ടൽ ട്രേഡ് 7 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്ന് വിന്നായി കഴിഞ്ഞാൽ നമ്മുടെക്ക് ഇവിടെ പ്രോഫിറ്റ് വരും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അത് എടുക്കാനുള്ള ആ ഒരു ഇതില്ല. പക്ഷേ ഇവിടെ കുറയ്ക്കുമ്പോൾ വന്നു, കണ്ടോ? കുറയ്ക്കുമ്പോൾ $1 വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ അപ്പോൾ എനിക്ക് ചെറിയ റിസ്ക് വന്നു. എനിക്ക് ആ റിസ്ക് വേണ്ടാത്തതുകൊണ്ട് ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ 8 8 ട്രേഡിൽ 1 ട്രേഡ് വിന്നായാൽ മതി, ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, വേണ്ട, എനിക്കപ്പോൾ 0 ആണ് വരുന്നത്, എനിക്ക് എമൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഞാനിവിടെ എന്ത് ചെയ്യും? ടോട്ടൽ വിൻ ട്രേഡ് 2 ആക്കും. മനസ്സിലാവുന്നു? ഇപ്പോൾ ഓക്കെ, 8 ട്രേഡിൽ ഞാൻ 2 വിന്ന് കിട്ടിയാൽ മതി, എനിക്കെന്തായി? ഞാൻ പ്രോഫിറ്റബിൾ ആവും. മനസ്സിലാവുന്നുണ്ടോ? ഇനി 9 നോക്കട്ടെ. $1. അപ്പോൾ 9 ട്രേഡിൽ 2 വിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവിടെ പ്രോഫിറ്റബിൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം.
അപ്പോൾ നമ്മുടെ മണി മാനേജ്മെൻറ്റ് ക്ലിയറായി. എങ്ങനെയാണ്? 9 ട്രേഡിൽ 2 വിന്നായി കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ലോസായി 8 9 വിന്നാണെങ്കിൽ ഞാൻ പ്രോഫിറ്റബിളാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ 7 കണ്ടിന്യൂസ് 7 ട്രേഡിൽ ആദ്യത്തെ ട്രേഡ് വിന്നും 5ാമത്തെ ട്രേഡ് വിന്നായാലും ഞാൻ പ്രോഫിറ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇത് കുറച്ചും കൂടെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രേഡ് നോക്കാം. ട്രേഡിൻ്റെ സ്ട്രാറ്റജി, ട്രേഡിൻ്റെ കാര്യങ്ങളും നോക്കാം. ഇത് ഞാൻ ഓൾറെഡി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും എന്താ പറയുക, ഒന്നും കൂടെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ട്രെൻഡി മാർക്കറ്റാണ്. ഒരു ട്രെൻഡി മാർക്കറ്റ് വേണം. നോക്കിയേ, അടുപ്പിച്ച് മൂന്നോ മൂന്നിൽ കൂടുതലോ ഒരേ കളറുള്ള ക്യാൻഡിൽ. ഓക്കെ, ആ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ക്യാൻഡിൽ നമ്മൾ എടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ക്യാൻഡിലിനെ നമ്മൾ എടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ബോട്ടവും ഇതും വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കാം, ഹൊറിസോണ്ടൽ ലൈന്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കാണിച്ചു തരാം. ബോക്സൊക്കെ നിങ്ങൾ പിന്നെ വരച്ചാൽ മതി. ഓക്കെ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ഇതൊന്ന് സ്ട്രാറ്റജി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ഇവിടെയാണ്, ഇതിൻ്റെ ടോപ്പാണ്. ഓക്കെ, ഇത് റെഡ് ക്യാൻഡിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഈ ഒരു ഇതില്ല, ഈ സ്ട്രാറ്റജിക്ക് വാല്യൂ ഇല്ല. ഇത് ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ മാത്രമേ സ്ട്രാറ്റജി വാല്യൂ. അപ്പോൾ അത് പോയി. മനസ്സിലാവുന്നുണ്ടോ? 3 ക്യാൻഡിൽ വന്നു. ഇവിടെ ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ വരട്ടെ, 3ന് മുകളിലോ. മനസ്സിലാവുന്നുണ്ടോ? 3ന് മുകളിലോ. നമുക്ക് നോക്കാം, ഇവിടുന്ന് മുതലേ നോക്കാം. എവിടെയെങ്കിലും ഒരു ഇത് കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇത് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. ഓക്കെ, പക്ഷേ അത് അത്രയ്ക്കുള്ള എളുപ്പമല്ല, പ്രാക്ടീസാണ്. എന്ത് സംഗതിയും നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും, അല്ലെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് തോന്നാം, പക്ഷേ അത് പ്രാക്ടീസല്ല. റെക്റ്റാങ്കിളാണ് എടുത്തത് കേട്ടോ. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അത് നമുക്ക് വിന്നാകുള്ളൂ. ഓക്കെ, നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഇതിന് ഞാനിത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടെയാണത് ഇത് വരണേന്നുള്ളത്. ഇതിലൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് സ്ട്രാറ്റജി നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? 3 കളർ, 3 ഓപ്പോസിറ്റ് കളർ. ഇതാണ് ഇങ്ങനത്തെ ഈ വിക്ക് കൂടുതലുള്ള പെയറിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോരുത് കേട്ടോ. നല്ല ഫ്ലക്ച്വേഷനാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ എൻട്രി മിസ്സായിപ്പോവും. ഓക്കെ, സോ ഇവിടെ ഞാൻ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് പിന്നെ നമുക്ക് ബാക്കിയുള്ള നോക്കിയാൽ മതിയല്ലോ. സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ എടുക്കുക. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് റെക്റ്റാങ്കിൾ എടുക്കുന്നത്. അല്ല, റെക്റ്റാങ്കിളിൽ വലിയ സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ 3 കളർ, 1 2 3 കളറുള്ള, അല്ലെങ്കിൽ 3ൽ കൂടുതലോ ഒരേ കളറുള്ള ഒരു പാറ്റേൺ എടുക്കുക. അതിന് ഓപ്പോസിറ്റ് വരുന്ന ഒരു ക്യാൻഡിലിൻ്റെ ടോപ്പും ബോട്ടവും വിത്ത് വിക്ക് കേട്ടോ. വിക്ക് ബോഡി മാത്രമല്ല, വിക്ക് അടക്കം നിങ്ങൾ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ക്യാൻഡിൽ വന്നിട്ടില്ല. ഒരു മിനിറ്റ്, നമുക്ക് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ക്യാൻഡിൽ ഒരു യെല്ലോ ആക്കട്ടെ. ഓക്കെ, ഈ ഇതൊക്കെ 1 2 3 വന്നു. ഈ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. മറ്റേ ക്യാൻഡിൽ വന്നിട്ടില്ല, ശ്രദ്ധിക്കണം. മറ്റേ ക്യാൻഡിൽ വന്നിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെഡ് ക്യാൻഡിൽ ഈ ബോട്ടവും ഈ ടോപ്പും നമ്മൾ മെൻഷൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ റെഡ് ക്യാൻഡിലിൻ്റെ വിക്ക് അടക്കമുള്ള റെഡ് ക്യാൻഡിലിൻ്റെ വിക്ക് ക്രോസ് ചെയ്തിട്ട് ഏതെങ്കിലും ക്യാൻഡിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ താഴെ ബോട്ടം ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടോപ്പ് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഓക്കെ അങ്ങനെ ഒരു ക്യാൻഡിൽ
പോകുന്ന ഏതെങ്കിലും ക്യാൻഡിൽ നോക്കുക. അപ്പോൾ ഈ ക്യാൻഡിലാണ് എന്ന് വെച്ചാൽ ഗ്രീൻ ക്യാൻഡിലാണ് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടോപ്പ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മുകളിലേക്ക് പോകാൻ എന്നർത്ഥം. അപ്പോൾ ഏത് ക്യാൻഡിലാണോ ആ ഓപ്പോസിറ്റ് ക്യാൻഡിൽ, ഇതുപോലെ ഓപ്പോസിറ്റ് ക്യാൻഡിൽ, ഈ ഓപ്പോസിറ്റ് ക്യാൻഡിലിനെ ക്രോസ് ചെയ്ത് പോകുന്ന ഏത് കളറോ അല്ലെങ്കിൽ ഏത് ക്യാൻഡിലാണോ ആ ഡയറക്ഷനിലേക്ക് തന്നെ നിങ്ങൾ ട്രേഡ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം നോക്കിയേ, നമ്മൾ ഇതാ 3 ഒരേ കളറിലുള്ള ക്യാൻഡിൽ വന്നു, അതിന് ഓപ്പോസിറ്റായിട്ടൊരു ഓപ്പോസിറ്റ് കളറിലൊരു ക്യാൻഡിൽ വന്നു. ഓക്കെ, ഞാൻ കളറ് പറയുന്നത് നിങ്ങൾ ഇതാക്കണ്ട, ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഒരു കളറ് പറയുന്നുള്ളൂ, അല്ലാതെ ബുള്ളിഷ് ക്യാൻഡിൽ, ബെയറിഷ് ക്യാൻഡിൽ എന്നൊക്കെ പറയും നമുക്ക്. ഓക്കെ, അല്ലെങ്കിൽ കോൾ ക്യാൻഡിൽ, പുട്ട് ക്യാൻഡിൽ എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷേ നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു മാത്രം കളറ് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ റെഡ് ക്യാൻഡിൽ വന്ന് ഇവിടെ ഫോം ചെയ്തപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ബോട്ടവും ടോപ്പും നമ്മൾ വരച്ചു. എന്നിട്ട് ഏതിനെ ബോട്ടത്തിനെ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ താഴോട്ട് ട്രേഡ് എടുക്കും, ടോപ്പിനെ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ മേലോട്ട് ട്രേഡ് എടുക്കും. അപ്പോൾ എങ്ങോട്ട് ട്രേഡ് എടുക്കണം ആരാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ഈ ഓപ്പോസിറ്റ് ക്യാൻഡിലിൻ്റെ തൊട്ടടുത്ത ക്യാൻഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിലോ നമ്മൾ എങ്ങോട്ടും ട്രേഡ് എടുക്കില്ല. ഈ റെക്റ്റാങ്കിളിനെ ക്രോസ് ചെയ്യുന്നത് ആരാണോ ആ ഡയറക്ഷനിലേക്കായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുക. ഇനി ഇപ്പോൾ സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. മൂന്നോ മൂന്നിൽ കൂടുതലോ ഒരേ ഡയറക്ഷനിലേക്ക് വരുന്ന ക്യാൻഡിൽ, ഒരേ കളർ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നാൽ അതിൻ്റെ അപ്പും ടോപ്പും ബോട്ടവും നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് ആ മാർക്ക് ചെയ്തിരിക്കുന്ന ടോപ്പിനെയോ അല്ലെങ്കിൽ ബോട്ടത്തിനെയോ ക്രോസ് ചെയ്യുന്ന ഏത് ക്യാൻഡിലാണോ ആ ക്യാൻഡിലിൻ്റെ ഡയറക്ഷനിലേക്ക് തന്നെ നമ്മൾ ട്രേഡ് എടുക്കും. മനസ്സിലായോ? ഇതാണ് സ്ട്രാറ്റജി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു സംഗതി ഫോം ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇതുണ്ട്, ഇവിടെ 1 സ്റ്റെപ്പ് എവിടെ പോയത്? വളരെ റെയറായിട്ട് നമുക്ക് 1 സ്റ്റെപ്പ് MTG ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ 1 സ്റ്റെപ്പ് MTG നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? 1 സ്റ്റെപ്പ് MTG ഓപ്പോസിറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. അതുണ്ട്, ഇതാണ് മറന്നു പോകുന്നത്. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വിട്ടു. ഓക്കെ, USDMX അല്ല, IDRലായിരുന്നോ? അല്ല, IDR ഇത് നമ്മൾ സ്ട്രാറ്റജി തപ്പി പിടിക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അല്ല, നമ്മുടെ പാറ്റേൺ വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇത് അങ്ങോട്ടും പോയി. ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നില്ലേ? ഓക്കെ, ഈ ഓപ്പോസിറ്റ് ക്യാൻഡിലിൻ്റെ ബോട്ടവും ടോപ്പും നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ അത് ഇതിൻ്റെ ഉള്ളിലാണ് ക്ലോസ് ചെയ്യുന്നത്. ക്ലോസ് എന്ന് പറഞ്ഞാൽ വിക്കല്ല, ബോഡി ഉള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ എടുക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുക, നിങ്ങൾ ഓപ്പോസിറ്റ് ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ നിങ്ങൾ ഇതിപ്പോൾ ഇതുണ്ട്, ഇവിടെ ബോഡിയാണ് വന്നേക്കണേ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാം. ഇത് കണ്ടോ, ഇവിടെ ഓപ്പോസിറ്റ് ക്യാൻഡിൽ, ഇത് ഗ്രീൻ ക്യാൻഡിൽ ഓപ്പോസിറ്റാണ്. ഇതിൻ്റെ എടുത്തു നമ്മൾ ഇതെടുത്തു, ഇങ്ങനെ എടുത്തു. ഇനി എവിടെയാണ് ക്രോസ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ക്രോസിങ് നടന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ അതല്ല, ഇത് ക്ലോസ് ചെയ്യുന്നത് ഈ 2 ലൈനിൻ്റെ മുകളിലായിരിക്കണം. എന്ന് വെച്ചാൽ ക്ലോസ് ചെയ്യുന്നത് വിക്കല്ല, ബോഡി ഉണ്ടോ, ഇവിടെ ക്ലോസ് ചെയ്തുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? താഴോട്ട് ഒന്നെടുക്കും. ഇനി ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് അത് ട്രേഡ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെയൊക്കെ ട്രേഡ് മിസ്സായിപ്പോയി നമ്മുടെ. കണ്ടോ, ഇതൊക്കെ ഇവിടെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇതിനെ ക്രോസ് ചെയ്തു, ഈ ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണ്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അത് ഇതായില്ലെങ്കിൽ MTG എടുക്കണം, അത്രയേ ഉള്ളൂ. ഇതവിടെ ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ ഫോം ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ എടുത്തു, ക്ലോസ് ചെയ്തു. കണ്ടോ? സോറി, അതിൻ്റെ ഒട്ടിപ്പത്തിന് ഓപ്പോസിറ്റ് വരുന്നുണ്ടല്ലോ. നോക്കാം.
ഒരു ഓപ്പോസിറ്റ് ഒന്നുകൂടെ വരുന്നത് കേട്ടോ. മൂന്നോ അതിൽ കൂടുതലോ വരച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യും. നമുക്ക് സമയം കിട്ടും, ഇഷ്ടം പോലെ സമയം കിട്ടും. ഒരു ക്യാൻഡിൽ കണ്ടോ, എനിക്കിത് എത്രയോ സമയം കിട്ടുന്നുണ്ടല്ലോ. ഇനി അടുത്ത ക്യാൻഡിൽ വരണം, അടുത്ത ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ക്യാൻഡിലിനെ ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടും വരയ്ക്കാനും ഇതിനൊക്കെ ആയിട്ട്. മനസ്സിലായോ? ഒരുപാട് സമയം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഹറിബറിയായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് സമാധാനമായിട്ട് നിന്ന് നമുക്ക് ഈ ക്യാൻഡിൽ ക്ലോസ് ആവട്ടെ. ഈ ക്യാൻഡിൽ ക്ലോസ് ആവട്ടെ. ക്ലോസ് ആയി. നോക്കിക്കേ, ഇനിയാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോണത്. ഓക്കെ, എന്തായി? ഇപ്പോൾ കണ്ടിന്യൂസ് വന്ന ക്യാൻഡിലിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ക്യാൻഡിൽ വന്നു. ആ ക്യാൻഡിൽ ഓപ്പോസിറ്റ് ക്യാൻഡിലിൻ്റെ ബോട്ടവും ടോപ്പും നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വിക്കടക്കമാണ്. വിക്കടക്കം നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ വിക്കിനെ, ടോപ്പിനെ ക്രോസ് ചെയ്യുന്നതോ ബോട്ടത്തെ ക്രോസ് ചെയ്യുന്നോ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ വന്നാൽ ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ട്രേഡ് എടുക്കണം. അപ്പോൾ നമ്മൾ $1 നമ്മുടെ $100 നമ്മുടെ ക്യാപിറ്റൽ. നമുക്ക് $1 ട്രേഡ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് മാനേജ്മെൻറ്റ് ഷീറ്റ്. അപ്പോൾ നമ്മൾ $1 നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് ക്രോസ് ചെയ്ത് ക്ലോസ് ആവണം. ഇവിടെ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലോസ് ആവണം. മനസ്സിലാവുന്നുണ്ടോ? നോക്കാം ഏത് ക്യാൻഡിലാണ് ഈ ഒരു പാറ്റേണിനെ ക്ലോസ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഗ്രീന് ശ്രദ്ധിക്കുക. ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇതൊക്കെ വേറൊരു സ്ട്രാറ്റജി വരുന്നതാണ്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓൾറെഡി നമ്മൾ പ്രോഫിറ്റ് എടുത്ത് ഇവിടുന്ന് പോയിട്ടുണ്ടാവും ഇപ്പോൾ. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിക്ക് വെയിറ്റ് ചെയ്യണം. വേറൊരു സ്ട്രാറ്റജി ഉണ്ട്, നമ്മൾ ഓൾറെഡി ഇവിടെ പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞു നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? അത് വേറൊരു സ്ട്രാറ്റജി അതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും ഈ ഒരു സ്ട്രാറ്റജി കഴിയട്ടെ. എന്നിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ ഒറ്റ സ്ട്രാറ്റജി മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലൊരു ആക്യുറസി കിട്ടും. പല സ്ട്രാറ്റജി നമ്മൾ നോക്കുമ്പോൾ നിങ്ങളത് ഓർമ്മ വെക്കണം നിങ്ങളുടെ മൈൻഡിൽ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ക്യാൻഡിലും, ഇന്ന് രാവിലെ ഞാനൊരു ട്രേഡ് തന്നില്ലേ ഈ VIP ഗ്രൂപ്പിൽ. ഓക്കെ, ഇതിവിടെ ക്ലോസ് ആയിട്ടില്ല കണ്ടോ. ഇതിനെ ക്രോസ് ചെയ്തിട്ട് ക്ലോസ് ആയിട്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ക്ലോസ് ആയത്. അപ്പോൾ നമ്മളിത് എടുക്കൂല. ശരിയാണ്, നമുക്ക് അപ്പിലേക്ക് എടുക്കാമായിരുന്നു, പക്ഷെ നമ്മൾ എടുക്കൂല. നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? ഇതിൻ്റെ പുറത്ത്, ഈ റെക്റ്റാങ്കിളിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ക്ലോസിങ് തരണം. ആ ക്യാൻഡിൽ നമ്മൾ എടുക്കും. അപ്പോൾ രാവിലെ ഞാൻ VIP ഗ്രൂപ്പിലൊരു ഇത് തന്നിരുന്നു, ഒരു ക്യാൻഡിൽ എടുത്തു. ആ ക്യാൻഡിൽ വിൻ ആവുകയാണെങ്കിൽ അടുത്ത ക്യാൻഡിൽ നിങ്ങൾ അപ്പിലേക്ക് തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സിഗ്നൽ തന്നിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ 2 സ്ട്രാറ്റജി ഒരു പാറ്റേണിൽ 2 ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, നിങ്ങളെല്ലാ ക്യാൻഡിലും നല്ല ഷുവർട്ടി ആയിട്ട് മിക്ക ക്യാൻഡിലും നിങ്ങൾ ട്രേഡ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. എവറി ക്യാൻഡിൽ യു ക്യാൻ ടേക്ക് ദ ട്രേഡ്. ഓക്കെ, അപ്പോൾ നോക്ക്, ഇവിടെയാണ് ഇത് ക്ലോസ് ആവുന്നത്. നമ്മൾ അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കും. ഓക്കെ, അപ്പിലേക്ക് ഞാനൊരു ട്രേഡ് എടുത്തു. ഓക്കെ, ഇനി എൻ്റെ മുമ്പിൽ എന്താണ്? ഇത് ലോസ് ആവുകയാണെങ്കിൽ ഞാൻ MTG ഉപയോഗിക്കും, 1 സ്റ്റെപ്പ് MTG ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ വിന്നാകുന്നത് വരെ ഞാൻ ഇവിടെ ലോസ് എന്ന് എഴുതി വെക്കുള്ളൂ. എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യും? $2 എന്ന് എടുത്ത് വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? $2 ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇത് വിന്നാവുകയാണെങ്കിൽ ഞാനിവിടെ വിന്നെന്നാക്കും, ഇവിടെ $1 എന്നാക്കും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോക്കിയേ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നമ്മുടെ സ്ട്രാറ്റജീൻ്റെ പവർ നോക്കി പോകുന്നുണ്ടോ? നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരൊറ്റ മൈൻഡിലൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒന്നെങ്കിൽ ലോസ് ആകും, അല്ലെങ്കിൽ വിന്നാവും. ഇതിൽ കൂടുതൽ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ വേറെ ഒരു അത്ഭുതങ്ങളും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നെങ്കിൽ വിന്നാകും, അല്ലെങ്കിൽ ലോസ് ആകും. വിന്നായിക്കഴിഞ്ഞാൽ ഓക്കെ, സമാധാനം. ലോസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ MTG എടുക്കും. ഇതിൽ കൂടുതൽ എന്താ ഇവിടെ സംഭവിക്കണേ? ഇത് നമ്മൾ വിന്നായി. അപ്പോൾ വിന്നാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും?
ഇവിടെ ഞാൻ എല്ലെന്ന് മാറ്റിയിട്ട് ഡബ്ല്യു എന്നാക്കും. ഞാൻ എന്തിനാണ് ഇവിടെ എല്ലെന്ന് ഇട്ടത്? അടുത്ത MTG എമൗണ്ട് എത്രയാണെന്നുള്ളത് അതായത് ഇവിടെ അടിച്ചു വെക്കാനാണ്. അല്ലാതെ ഇത് ലോസായി അതിന് ശേഷം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എത്രയാണെന്ന് അടിച്ച് പിന്നെ എമൗണ്ട് ഇവിടെ അടിക്കുമ്പോഴത്തേക്ക് ഈ ക്യാൻഡിൽ തോന്നുന്നിടത്ത് എത്തിയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ക്യാൻഡിൽ കഴിയുന്നതിന് മുമ്പേ MTG എത്രയാണ് ഞാൻ അടിക്കേണ്ടതെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാനിത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു. ഞാനിപ്പോൾ മൊത്തം ട്രേഡ് എടുക്കുന്നില്ല, ഇത് മുഴുവൻ എടുക്കാനുള്ള ട്രേഡ് എടുക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം 30 മിനിറ്റിന് മേലെ പോവും. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ചിട്ട് ഇതിപ്പോൾ ലോസായി നോക്കുക. ഇത് ലോസായി. ഓക്കെ, നമ്മളപ്പോൾ ലോസിൽ വന്നു. ഇനി ലോസ് വന്നു. ഓക്കെ, ഇനി വിന്ന് വന്നു. നോക്കിക്കേ, നമ്മൾ 100.84 സെൻറ്റ് നമ്മൾ പ്രോഫിറ്റിൽ തന്നെയാണ്. കണ്ടോ? ഇനി ഇതും ലോസാന്ന് വെച്ചോട്ടെ, ഇതും ലോസാന്ന് വെച്ചോട്ടെ. മനസ്സിലാവും? ഇതും ലോസാന്ന് വെച്ചോട്ടെ, ഇതും ലോസാന്ന് വെച്ചോട്ടെ, ഇതും ലോസാന്ന് വെച്ചോട്ടെ. നമ്മൾ ഇവിടെ ഒരു വിന്ന് കിട്ടിയാൽ നോക്കി, നമ്മൾ 100.84 കണ്ടോ? അപ്പോൾ 9 ട്രേഡിൽ 2 വിന്ന് കിട്ടിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെയാണ് വിന്ന് കിട്ടുന്നത് വെച്ചോട്ടെ, നമ്മൾ അവിടെ നിന്നോട്ട് എന്തിൽ വന്നു? പ്രോഫിറ്റ് വന്നു. ഇനി ഇവിടെ ഈ വിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇനി ഒരു വിന്നും കൂടെ ഉണ്ടായാൽ മതി എവിടെയെങ്കിലും. അപ്പോൾ നമ്മളത് പ്രോഫിറ്റ് വന്നു. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് വിന്ന് വന്നാലോ? അടുപ്പിച്ചടുപ്പിച്ച് വിന്ന് വന്നാലോ? കണ്ടോ, ഇവിടെ 0 വന്നു. ഓക്കെ, അടുപ്പിച്ച് ഇവിടെ 0 വന്നു. അപ്പോൾ ആ 0 ഉള്ള നിങ്ങൾ എല്ലെന്നടിക്കുക കേട്ടോ, എല്ലെന്നടിക്കുക. പിന്നെ എവിടെയാണോ $1 വരുന്നത് അവിടെ നിന്ന് തൊട്ടിട്ട് പിന്നെ ട്രേഡിങ് തുടങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. എവിടെ 0 വരുന്നോ അവിടെ നിങ്ങൾ എല്ലെന്ന് അടിച്ചു വിടുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക. ഇനി മനസ്സിലായവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഈ ചാർട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ബാക്കി ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ ഒരു സ്ട്രാറ്റജി പറഞ്ഞപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു പാറ്റേണിന് ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടവും ടോപ്പും മാർക്ക് ചെയ്ത് അതിനെ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ ഡയറക്ഷനിലേക്ക് നിങ്ങൾ ട്രേഡ് എടുക്കുക. അത്രയേ ഉള്ളൂ. ഈ വിന്നാവാണെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞിരിക്കുക, ലോസ് ആണെങ്കിൽ 1 സ്റ്റെപ്പ് മാത്രം MTG എടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മണി മാനേജ്മെൻറ്റ് എന്താ പറയുക ഷീറ്റും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറും. ഇനി എൻ്റെ അടുത്തൊരു $500 ഉണ്ടെങ്കിൽ ഞാൻ ഈ ഇവിടെ 1 എന്നാക്കും. ഓക്കെ, സോറി, ഇവിടെ 500 അല്ല 1000 വേണ്ടി വരുന്നു. ഓക്കെ, $1000 ഉണ്ടെങ്കിൽ ഞാനിവിടെ 1 എന്നാക്കും. അപ്പോൾ എൻ്റെ റിസ്ക് എത്രയും 9 ട്രേഡിൽ 1 ട്രേഡ് മതി എനിക്ക് പ്രോഫിറ്റ് കിട്ടാൻ. കണ്ടോ? 9 ട്രേഡിൽ എനിക്ക് 1 വിന്ന് മതി. 9ാമത്തെ ട്രേഡ് എനിക്ക് വിന്ന് മതി. ഇത് ലോസാന്ന് വെച്ചോട്ടെ, ഓക്കെ, 9ാമത്തെ ട്രേഡിൽ എനിക്ക് 1 വിന്ന് മതി. ഞാൻ പ്രോഫിറ്റിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കയ്യിലെ ക്യാപിറ്റൽ കളയാതെ നമ്മുടെ സ്ട്രാറ്റജീനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഈ മണി മാനേജ്മെൻറ്റ് ഷീറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ കയ്യിലെ ക്യാപിറ്റൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ അടുപ്പിച്ചിട്ട് 2 വിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് തന്നെ എപ്പോഴും നിൽക്കണം നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ചെറിയ ക്യാപിറ്റലുള്ളവർ ഇപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ 2 ട്രേഡ് ആക്കുക. അവിടെ ടോട്ടൽ വിൻ ട്രേഡേഴ്സ് 2 ആക്കുക. അപ്പോൾ ഈ ഒരു മണി മാനേജ്മെൻറ്റ് ഷീറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിലെ ക്യാപിറ്റൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പിന്നെ പ്രോഫിറ്റ് എങ്ങനെയാണ് വരുന്നത്? അത് നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ചാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്താൽ മതി. ഈ ഒരു മായാവി ട്രേഡിങ്ങിൻ്റെ മണി മാനേജ്മെൻറ്റ് ഇത് ഫോളോ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ്, വെറുതെ കൊണ്ടുപോയിട്ട് റിയൽ പൈസ ഇടാതെ നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക. ഇത്രയൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ ആണല്ലോ, എന്നാൽ ശരി ഒരു $100 ഇടാം, $200 ഇടാമെന്ന് വെച്ചിട്ട് അങ്ങ് ഇട്ടിട്ട്, അല്ലെങ്കിൽ $100 ഇടാം ഒറ്റ ട്രേഡിൽ തന്നെ അങ്ങ് ഇടാമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഇതൊന്നും അല്ല, ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്.
ഒരുപാട് ഷുവർ ഷോട്ട്സ് സ്ട്രാറ്റജികളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്നിട്ട് എന്താ ലോസ് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റാണ്, മാർക്കറ്റ് തരുന്നതാണ്. ആ ലോസ് നമ്മൾ റിക്കവർ ചെയ്യുന്നത് നമ്മൾ MTG ഉപയോഗിച്ചിട്ട്. അപ്പോൾ MTG ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഇനി നോൺ MTG എന്ന് പറഞ്ഞ സിഗ്നൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഒരു കാലത്ത്, ഒരു ടൈമിൽ, ഒരു കാലമല്ല, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൽ എവിടുത്തെ പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോൺ MTG എന്ന് പറയും, ഫസ്റ്റത്തെ ഒരു സിഗ്നൽ തരും. അത് ലോസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ MTG എടുക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സിഗ്നൽ അവർ തരും. ഏതെങ്കിലും ഗ്രൂപ്പ്, ആ ഗ്രൂപ്പുകാർ അടുത്ത സിഗ്നൽ തരും. ആ സിഗ്നലിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഡബിൾ എമൗണ്ട് ഇടേണ്ടത്. അപ്പോൾ അവിടെ അവർ വേർഡ് ഉപയോഗിക്കില്ല MTG എന്നുള്ളത്, ഡബിൾ എമൗണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് ലോസ് ആവുകയാണെങ്കിൽ അടുത്ത സിഗ്നലിൽ അതിൻ്റെ ഡബിൾ എമൗണ്ട്. അപ്പം നമ്മൾ പൊതുവേ അവരെന്താ പറയുക നമ്മളോട്? നോൺ MTG. മനസ്സിലാവുന്നുണ്ടോ? നോൺ MTG എന്ന് പറഞ്ഞാൽ എന്താ? നെക്സ്റ്റ് ക്യാൻഡിൽ എടുക്കേണ്ടത്. നെക്സ്റ്റ് ക്യാൻഡിൽ എടുക്കാൻ സമ്മതിക്കില്ല, നെക്സ്റ്റ് സിഗ്നൽ എടുക്കും. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് അവർ നോൺ MTG സിഗ്നൽസാണ് തരുന്നത്. അവർ ഇതാണ് നമ്മളെന്ത് ചാടി പിടിച്ചെന്ന് അവിടെ നമ്മുടെ ഈ പഠിക്കേണ്ട ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചാടി പിടിച്ച് ഓടി അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക ഇതാണ് പറ്റിക്കലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇതിനും നിങ്ങൾ പോയി ഇതാകാതെ സ്വന്തമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതിന് ഞാൻ ശ്രമിക്കാം. ഇതിൽ ഒരുപാട് സംഗതികളുണ്ട്. മാർഗോസ് കാൻഡിൽ, ഈവനിങ് സ്റ്റാർ, ഡോജി, അതുപോലെ തന്നെ ഹാങ്ങിങ് മാന്, അതുപോലെ തന്നെ ഒരുപാട് എൻകൾഫിങ്, അത് എന്തൊക്കെയാണെന്ന് അതൊക്കെ ഒരുപാടുണ്ട്. ഈ സംഗതികളൊക്കെ തലയിലേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ആരും ഹൈ പ്രോഫിറ്റ് എടുത്ത് വരുന്നവരല്ല. അവരൊക്കെ എങ്ങനെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മണി മാനേജ്മെൻറ്റ് സിസ്റ്റവും അതുപോലുള്ള പല ആയിട്ടുള്ള സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിച്ചിട്ടാണ്, പാറ്റേൺസും സ്ട്രാറ്റജികളും ഉപയോഗിച്ചിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഏതൊരു സംഗതിക്ക് ഇപ്പോൾ ഡോജി വന്നു കഴിഞ്ഞാൽ ഡോജി വന്നതുകൊണ്ട് അവിടെ ഒരു ഇതല്ലെന്നല്ല, ഓപ്പർച്യൂണിറ്റി എന്നല്ല അതിൻ്റെ അർത്ഥം. ഡോജി വന്നതുകൊണ്ട് അവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയി, അവിടെ ഒരു സ്ട്രാറ്റജി വന്നിട്ടുണ്ട്. അവിടെ ആ ഡോജിനെ സപ്പോർട്ട് ചെയ്തൊരു സ്ട്രാറ്റജി വരുമ്പോൾ നമുക്ക് ആ സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്നും എന്താ പറയുക, വലിയ വലിയ വേർഡുകൾ പറയാത്തത്. എൻകൾഫിങ്ങും അത് ഇത് ഡോജി ഹാങ്ങിമാൻ അത് എന്ന് ഈ സംഗതികളൊന്നും നിങ്ങളോട് പറയാതിരിക്കുന്നത്, ട്രേഡിങ് സമയത്ത് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? സ്ട്രാറ്റജി പഠിക്കുക, ട്രേഡിങ് പഠിക്കുക. ഞാനിപ്പോൾ ഈ ബൈനറി ട്രേഡിങ് പഠിക്കുന്ന സ്ട്രാറ്റജി തന്നെ കൊണ്ടിട്ട് നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഉപയോഗിക്കാം. അവിടെ ടൈം ഫ്രെയിം മാത്രമേ മാറുന്നുള്ളൂ. എന്താ 1 മിനിറ്റ് നമുക്ക് ട്രേഡ് എടുക്കാം അവിടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. നിങ്ങൾ ഒരിക്കലും ഈ ബൈനറി എന്ന് പറയുന്ന ഏതോ വലിയ ലോകമാണ് അല്ലെങ്കിൽ എന്തോ വലിയ ഇതാണെന്നൊന്നും വിചാരിക്കണ്ട. എല്ലാം ഒന്ന് തന്നെയാണ്, ഒരമ്മ പെറ്റ മക്കൾ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, 30 മിനിറ്റായി. നമുക്കൊരു വീഡിയോ 30 മിനിറ്റിനുള്ളിൽ തീർക്കണം. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെനിക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, പിന്നെ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന റിപ്ലൈ കിട്ടാത്തതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ. ഒരുപാട് പേർക്ക് മെസ്സേജും കാര്യങ്ങളും ഇതേപോലെ ഡൗട്ടും ക്ലിയറിങ് കാര്യങ്ങളും ചിലപ്പോൾ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ഇട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയം ഇത് വരുന്നതുകൊണ്ട് ഡിലേ വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, ഒരു ട്രേഡറിന് വേണ്ടത് ഏറ്റവും വലുത് വേണ്ടത് ക്ഷമയാണ്. ക്ഷമയോടെ ഇരിക്കും. ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും, നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ. ഓക്കെ.